പിടിക്കപ്പെട്ട അജ്മൽ കസബ് ടെസ്റ്റിമോണി കൊടുത്താണ് ഞാൻ പാകിസ്ഥാൻകാരനാണ്, എന്നെ വളർത്തിയതും ട്രെയിൻ ചെയ്തതും പാകിസ്ഥാനിൽ വെച്ച് ലഷ്കർ ഇ തായ്ബയാണ് എന്ന് എടുത്തു പറഞ്ഞാണ്. അന്ന് പിടിക്കപ്പെട്ട പാകിസ്ഥാനി അമേരിക്കൻ മാസ്റ്റർ മൈൻഡ് ആയിട്ടുള്ള ഡേവിഡ് ഹെഡ്ലിയും പറഞ്ഞു, എനിക്ക് സഹായം കിട്ടിയ ലഷ്കർ തായ്ബ മാത്രമല്ല പാകിസ്ഥാന്റെ മിലിറ്ററി ഇന്റലിജൻസ് ആയിട്ടുള്ള ISIയുടെ സഹായം ഞങ്ങൾക്ക് കിട്ടിയിരുന്നു എന്നുള്ള ടെസ്റ്റിമോണി ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ ഒരു പടി മുന്നോട്ട് പോകണം. അതായത് ഇത്തരത്തിലൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ള ടെസ്റ്റിമോണി മാത്രം പോരാ, എല്ലാ തരത്തിലുള്ള ഫോൺ ഇന്റർസെപ്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡ്സ് വേണം, ചാറ്റ് ലീക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ചാറ്റ്സ് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കണം, മണി ട്രാൻസ്ഫർ നടത്തുന്നു എന്നുള്ള വാദം ഇന്ത്യ വെക്കുന്നുണ്ട്. അതായത് ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ പാകിസ്ഥാൻ സഹായിക്കുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള പല പല ചാരിറ്റികളുടെ പേരിലും ട്രസ്റ്റുകളുടെ പേരിലും ഡൊണേഷൻസിന്റെ പേരിലും മദ്രസകളിലൊക്കെ കൂടെ എത്തിക്കുന്നു എന്ന് ഇന്ത്യ അവകാശപ്പെടുന്നു. പക്ഷെ അതിന്റെ ഫൈനാൻഷ്യൽ പ്രൂഫ്, എങ്ങനെയാണ് മണി അവിടെ എത്തിക്കുന്നുള്ളതിന്റെ പ്രൂഫ് കൂടെ ഇന്ത്യക്ക് കാണിക്കാൻ സാധിച്ചാൽ ഒരു ബെനിഫിറ്റ് ഇപ്പൊ ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല. റഷ്യക്കൊക്കെ സംഭവിച്ച പോലെ രാജ്യങ്ങൾക്ക് അപ്പൊ പാകിസ്ഥാന് മേലെ സാങ്ഷൻ കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പൊ സാങ്ഷൻ കൊണ്ടുവരാൻ സാധിച്ചാൽ പിന്നെ ഇന്ത്യ ഒരു വാറിന് പോകേണ്ട പോലും ആവശ്യമില്ല. പാകിസ്ഥാൻ ഓൾറെഡി ദുർബലയാണ്. അവിടെ നിന്ന് വീണ്ടും അവരുടെ കേസ് കുറച്ചുകൂടെ പരിതാപകരമായിട്ട് പോകാം. രണ്ടാമത് ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്നത് ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഉണ്ട്. അതായത് ടെററിസ്റ്റ് ഫണ്ടിങ് ഉള്ള രാജ്യങ്ങളെ കണ്ടുപിടിച്ച് അവരെ വിലക്കി അല്ലെങ്കിൽ അവർക്ക് ഇതുപോലെ ഫിനാൻഷ്യൽ പ്രഷർ കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവർ 2019 മുതൽ എനിക്ക് 2022 വരെ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഗ്രേ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മോശപ്പെട്ട രീതിയിൽ ടെററിസ്റ്റ് ബന്ധങ്ങളുണ്ട്, അല്ലെങ്കിൽ ടെററിസ്റ്റ് ഫണ്ടിങ് ഉണ്ടെന്ന് കാണിക്കുന്നതാണത്. പക്ഷെ 2022 അത് ലിഫ്റ്റ് ചെയ്യപ്പെട്ടു. ഇന്ത്യക്ക് ഇത് പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ വീണ്ടും ടാസ്ക് ഫോഴ്സിന് മേൽ പ്രഷർ കൊണ്ട് വീണ്ടും ഗ്രേ ലിസ്റ്റ് ചെയ്യാനോ ഒരു പക്ഷേ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനോ കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ സ്ട്രാറ്റജിക്കലി വിജയിച്ചു എന്ന് തന്നെ പറയാം.